Let me take the privilege to welcome Revered Swami Bhuvanatmananji Maharaj, Adhyaksha R.K. Mutt Vaitila, who is the leading light and facilitator of the function. Humbly welcome you, Swamiji, for delivering the welcome address. श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे नमस्ते. स्वागतं सुस्वागतं to everybody. Today we are here to celebrate the Universal Brotherhood Day. Swami Vivekananda participated in the Chicago Parliament of Religion in 1893, and later in 1993 onwards, probably this particular day, that is September 11, is considered or observed as Universal Brotherhood Day. ഇന്ന് ഈ വിശ്വ സാഹോദര്യ സന്ദേശത്തിൻ്റെ പ്രസക്തി വാക്കുകൾക്ക് ഒക്കെ അതീതമാണ്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ ലോകം മുഴുവനും സംഘർഷഭരിതമാണെന്നുള്ളതാണ്. മതത്തിൻ്റെ പേരിൽ, ആശയങ്ങളുടെ പേരിൽ, വർഗ വർണ്ണ വ്യത്യാസങ്ങളുടെ പേരിൽ എല്ലാം കലഹവും അതേ തുടർന്നുണ്ടാകുന്ന സംഘടനകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് ഇന്ന് ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് ഒരല്പം ആനന്ദത്തിനും സന്തോഷത്തിനും ആശ്വാസത്തിനും വേണ്ടിയിട്ടാണ്. ഈ ഒരു അവസരത്തിലാണ് വിവേകാനന്ദ സ്വാമിജിയെ നമ്മൾ ഓർമ്മിക്കുന്നത്. 1893 സെപ്റ്റംബർ 11 ആ മതമഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്വാമിജി ഉച്ചരിച്ച ആദ്യത്തെ വാക്കുകൾ, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. ഈ വാക്ക് ഉച്ചരിക്കുന്ന അതേ സമയം തന്നെ അവിടെ ഇരുന്ന് മുഴുവനും ആളുകളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോയി. 2 മിനിറ്റിലേറെ നീണ്ട കരഘോഷവും ആർപ്പുവിളിയും ആയിരുന്നു. എന്തായിരുന്നു ഇത്രയധികം അവരെ പ്രചോദിപ്പിച്ച ആ വാക്കുകൾ? അത് കേവലം വാക്കുകളായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നുതിർന്ന ഈ വിശ്വ സാഹോദര്യത്തിൻ്റെ സ്നേഹപ്രവാഹം ആയിരുന്നു എന്നുള്ളതാണ്. കേവലം ലിപ് സർവീസ് ആയിരുന്നില്ല എന്നുള്ളതാണ് കാരണം. പിന്നീട് സ്വാമിജിയുടെ പ്രസംഗം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ആ സദസ്സ് മുഴുവനും ഇളകി മറിഞ്ഞു. ഇത് കേവലം ഒരു പരിപാടിയിൽ ഒതുങ്ങിയതല്ല. അതിനുശേഷം നമ്മൾ കാണുന്നു സ്വാമിജിക്ക് ഈ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞു എന്നുള്ളത്. ലോകം മുഴുവൻ സ്വാമിജിയുടെ പിന്നാലെ പായുകയായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ സ്വാമിജിയുടെ ആ സന്ദേശത്തിൻ്റെ പ്രസക്തി എത്ര മഹത്താണ് എന്ന് നമ്മൾ കാണുന്നത് പിന്നീട് സ്വാമിജിക്ക് കിട്ടിയ അംഗീകാരത്തിൻ്റെയും ആദരവിൻ്റെയും പ്രചാരത്തിൻ്റെയും വെളിച്ചത്തിലാണ്. അവിടെ സ്വാമിജി അവതരിപ്പിച്ചത് ഭാരതീയ ആധ്യാത്മിക സംസ്കാരത്തെയാണ്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന രാജാക്കന്മാരും അവരുടെ പ്രജകളും, അതേപോലെ നൂറുകണക്കിന് സമ്പ്രദായങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ട് വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും സംഘടനയും നിറഞ്ഞ ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കല്ല സ്വാമിജിയോട് സംസാരിച്ചത്. ഇതിനെയെല്ലാം കോർത്തിണക്കുന്ന അത്ഭുതകരമായ ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു സ്വാമിജി. ലോകം ഇതിനുവേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു എന്ന് പിന്നീട് നമുക്ക് കാണാം. സ്വാമിജിക്ക് കിട്ടിയ അംഗീകാരം കൊണ്ട് ആദ്യം തന്നെ അമേരിക്കയിലും പിന്നീട് യൂറോപ്പിലും
അങ്ങനെ നിരവധി രാഷ്ട്രങ്ങളിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ വേദാന്ത സൊസൈറ്റികൾ രൂപപ്പെടുകയും സ്വാമിജിയുടെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. ആ ചടങ്ങിൻ്റെ ഒരു അനുസ്മരണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇന്ന് ഈ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഡേ ഇവിടെ ആചരിക്കുന്നതിന് ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ട അതിഥി എന്നുള്ളത്, മുഖ്യാതിഥിയായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഈ പരിപാടിക്ക് ക്ഷണിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ സമയം കൂടുതൽ മെനക്കെടുത്തണ്ടെന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്ത് തന്നാലും മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ നേരിട്ട് കയറിക്കൊള്ളാം എന്ന് ഇങ്ങോട്ട് പറയുകയാണ് ഉണ്ടായത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എത്ര അദ്ദേഹം ഈ ഒരു ആശയങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കുന്നുണ്ട്. വിവേകാനന്ദ ആശയങ്ങൾക്ക് ഇന്ന് ഉള്ള പ്രസക്തി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണാം. ഇവിടെ അദ്ദേഹം തന്നെ വിവേകാനന്ദ സ്വാമിയുടെ ഈ ആശയങ്ങൾ, അതായത് സ്വാമിജി നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക, ആത്മവിശ്വാസമുള്ളവരാവുക, പ്രവർത്തന മികവുണ്ടാവണം, നിശ്ചയദാർഢ്യമുണ്ടാവണം, കർമ്മ കൗശലമുണ്ടാവണം. ഈ ആശയങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേതാവുള്ള നിലയ്ക്ക് പല രംഗത്തും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്കിനി ഇപ്പോൾ വേണ്ടത് ഈ ആശയങ്ങൾ, ഈ വിശ്വസാഹോദര്യ സന്ദേശം, അത് മതങ്ങൾക്കതീതമായ നമ്മുടെ ഭാരതീയ ആധ്യാത്മിക സംസ്കൃതിയുടെ ഒരു മഹത്വം നമ്മുടെ വളരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. മതാതീതം എന്ന് പറയുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങളും അതേപോലെ സമ്പ്രദായങ്ങളെയൊക്കെ നിരാകരിക്കുന്നതോ നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ നിന്ദിക്കുന്നതോ ആണെന്ന് അബദ്ധവശാൽ ബുദ്ധിജീവികൾ ധരിച്ചുപോയി. പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ എല്ലാം കാതലായ ആധ്യാത്മികതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ അതിജീവിക്കുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു അത്ഭുതകരമായ സംസ്കാര പൈതൃകമാണ് സ്വാമിജി ഉദ്ദേശിച്ചത്. കേവലം ചടങ്ങുകളിലോ അതേപോലെ ആചാരങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനതീതമായിട്ടുള്ള വിശ്വത്തിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സംസ്കാരത്തിനെയാണ് സ്വാമിജി ഉദ്ദേശിച്ചത്. ഈ സന്ദേശം ഇന്ന് നമുക്ക് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ആവിഷ്കരിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യവും കർമ്മകൗശലവും ഒക്കെ അടങ്ങിയ ഒരു പദ്ധതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ സദസ്സിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്നേഹാദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, ശ്രീ പിണറായി വിജയൻ സാർ. അടുത്തത് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ ജനറൽ സെക്രട്ടറി സ്വാമിജി സുവീരാനന്ദ സ്വാമിജിയാണ്. Now I offer my humble pranams at the feet of our most revered and beloved Swami Suvirananda Ji Maharaj. He is the General Secretary of the Ramakrishna Order, the administrative head of the Sangha of the Centers of Ramakrishna Mission all over the world. For the past 50 years, he is in the Sangha in various capacities as a soldier and servant of Swamiji, without a single days off from his life, from his duties, having only one goal in life, Atmano Mokshartham Jagat Hitaya Cha. He is always an inspiration and guide for me personally and to innumerable students and so many monastic members in the order. I welcome Most Revered Suvirananda Maharaj to this assembly to shower his blessings and inspiring words on us all with
love and respectful pranams. Once again, I welcome Revered Swamiji. Swamiji, welcome. Now, our beloved Madhu S. Nair, he is the chairman of Cochin Shipyard. He is a part of our activities in Kochi. He is with us always. He has kindly consented to read out the Chicago address of Swamiji on this particular day, on this particular occasion. I welcome him wholeheartedly. Namaste and welcome to Madhu S. Nair ji. Now, our most revered Nandatmajan Swamiji is there. He is very dear to us. He is well known in Kerala, among the youth especially. He is the editor of Prabudha Kerala magazine, and he will read out the Chicago Prasangam in Malayalam after the speech of Chief Minister. സ്വാമിജിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം, സുസ്വാഗതം സ്വാമിജി. പിന്നീട് നമുക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനായിട്ട് ശ്രീ വേണുഗോപാൽ സി ഗോവിന്ദ്ജി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കൊച്ചി നിവാസികൾക്ക്, നമ്മുടെ ആശ്രമബന്ധുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മളോടൊപ്പം ഈ കൃതജ്ഞത അർപ്പിക്കുന്നതിന് എത്തിച്ചേരുന്നതിന് അദ്ദേഹത്തെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നീടുള്ളത് നമ്മുടെ സ്റ്റുഡൻസാണ്. ഈ പ്രാർത്ഥന അവർ ഇവിടെ അവതരിപ്പിച്ചു. അവർക്ക് എൻ്റെ സ്നേഹപൂർവമായ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ് നിരന്തരം എത്രയോ ദിവസങ്ങളായിട്ട് പണിയെടുക്കുന്നു. നമ്മുടെ നരവരാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ പരിപാടിയുടെ മുമ്പിലിരിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ഇതിന് കൂടാതെ ഈ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, എല്ലാ സുഹൃത്തുക്കളും, വിദ്യാർത്ഥികളും, രക്ഷിതാക്കളും എല്ലാം ഇവരാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ പരിപാടിയുടെ യഥാർത്ഥ എസൻസ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്ലീസ് ടേക്ക് ദിസ് മെസ്സേജ്, think over it, live unto it and spread it so that the whole world will enjoy peace and prosperity. ഇതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഒരു കാര്യത്തിൽ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള നരസിംഹാനന്ദ സ്വാമിജിക്ക് ആദ്യം സ്വാഗതം പറഞ്ഞ് ഞാൻ വിട്ടുപോയി. പ്രണാമപൂർവ്വം അദ്ദേഹത്തിന് വീണ്ടും സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണ്. നമ്മുടെ പാർട്ടായതുകൊണ്ട് അദ്ദേഹം ഇതിനെ മൈൻഡ് ചെയ്യില്ല. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കും. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാമിജി സ്വാഗതം, സുസ്വാഗതം. നമസ്തേ, വെൽക്കം ടു ഓൾ, വൺ ആൻഡ് ഓൾ. നമസ്തേ, ജയരാമകൃഷ്ണൻ.